തിരുവനന്തപുരത്ത് ഒരു പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ സഹായിയും കിണറ്റിൽ വീണ് മരിച്ച സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. മലയൻകീഴ് വിളവൂർക്കൽ എന്ന സ്ഥലത്താണ്. 85 വയസ്സുള്ള ദാസയ്യൻ എന്ന പാസ്റ്ററും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹായി 83 വയസ്സുള്ള ചെല്ലമ്മ, ഇവർ രണ്ടുപേരുമാണ് കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മറ്റൊരു സഹായി, പാസ്റ്ററിൻ്റെ മറ്റൊരു സഹായി ശാന്ത, പ്രായമായ സ്ത്രീയാണ്. അവർ ഈ പ്രാർത്ഥനാ ഹാളിൽ ഉണ്ടായിരുന്നു. ഈ 3 പേരാണ് അവിടുത്തെ അന്തേവാസികൾ. പ്രാർത്ഥന നടക്കാറുണ്ട്. അപ്പോൾ ഈ ദാസയ്യനും ചെല്ലമ്മയും ഒരേ കിണറ്റിൽ മരിച്ചു കിടക്കുന്ന കാഴ്ച ഇന്നലെ രാവിലെ ശാന്തമ്മയാണ് കാണുന്നത്. ശാന്തമ്മ അയൽക്കാരെയൊക്കെ അറിയിച്ചു. പിന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പ്രാഥമിക വിവരമനുസരിച്ച് മുങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള കഥകൾ പരിശോധിക്കുമ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ ഇഷ്യൂസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് സ്വാഭാവികമായും പോലീസുകാർ അന്വേഷിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ ഞാനും ഒന്ന് തിരക്കി. അപ്പോൾ വിളവൂർക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാം എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്, നല്ല മനുഷ്യനുണ്ട്. അപ്പോൾ ദാസയ്യൻ എന്ന് പറയുന്ന ഈ പാസ്റ്ററിന് 12 വർഷം മുമ്പ് ഈ 5 സെന്റ് സ്ഥലം ഈ സാം സൗജന്യമായി കൊടുത്തതാണ്. പ്രാർത്ഥന പുര കെട്ടാനും അവിടെ പ്രാർത്ഥനാലയം നടത്താനുമുള്ള സൗകര്യത്തിന് വേണ്ടി 5 സെന്റ് സ്ഥലം ദാസയ്യൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അല്ലെങ്കിൽ പാസ്റ്ററിന് സാം സൗജന്യമായി കൊടുത്തു. സൗജന്യമായി കൊടുത്ത സ്ഥലത്താണ് ഈ പ്രാർത്ഥനാപുരയും ഈ കാണുന്ന സംവിധാനങ്ങളുമൊക്കെ ഈ ദാസയ്യൻ പണിതുയർത്തിയത്. എന്നാൽ ഈ സ്ഥലം കൊടുക്കുമ്പോൾ സാം ഒരു വ്യവസ്ഥ വച്ചിരുന്നു. താങ്കളുടെ കാലശേഷം, അതായത് ദാസയ്യന്റെ കാലശേഷം ഈ വസ്തുവും ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ ചുമതല ഈ നടത്തിപ്പുകാരന് എൻ്റെ മകനാകും. അങ്ങനെ സാമിൻ്റെ മകനായിരിക്കും ഇതിൻ്റെ അവകാശമെന്ന്, എൻ്റെ കാലശേഷം സാമിൻ്റെ മകനായിരിക്കും ഇതിൻ്റെ അവകാശമെന്നൊരു വിൽപത്രവും ഇദ്ദേഹത്തെ കൊണ്ട്, ദാസയ്യനെ കൊണ്ട് തയ്യാറാക്കിയിരുന്നു. അങ്ങനെ 12 വർഷം മുമ്പ് സാം എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നും സൗജന്യമായി കിട്ടിയ സ്ഥലത്ത് ദാസയ്യൻ പ്രാർത്ഥന പുരകെട്ടി പ്രാർത്ഥന നടത്തുന്നു. ദാസയ്യന്റെ സഹായിയായി ചെല്ലമ്മ എന്ന വയോധികയും അതുപോലെ ശാന്ത എന്ന വയോധികയും അവിടെയുണ്ട്. ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾ വായിച്ചു കാണും. അപ്പോൾ ആ സ്ഥലത്താണ് ഈ മരണം നടന്നിരിക്കുന്നത്. ഈ മരണം നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ദാസയ്യൻ ഒരു ചെറിയ കാര്യം കാണിച്ചു. 2024, അതായത് 1 വർഷം മുമ്പ് ദാസയ്യൻ ഈ 5 സെന്റ് സ്ഥലവും ഇതിനകത്തുള്ള ഈ കെട്ടിടമൊക്കെ വിൽക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ദാസയ്യൻ ഇത് കാരണം ദാസയ്യന്റെ ഉടമസ്ഥതയിലാണല്ലോ ഈ സ്ഥലം. വില്ലൊക്കെ 12 വർഷം മുമ്പ് എഴുതിയതല്ല, അതൊക്കെ ആളുകൾ മറന്നു കാണും, അല്ലെങ്കിൽ അതൊക്കെ നശിച്ചു കാണും, ആ പത്രമൊക്കെ നശിച്ചു കാണുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ എന്ന ചിന്തയിലോ ദാസയ്യൻ ഇത് വിൽക്കാൻ തീരുമാനിക്കുന്നു. ഇത് വിറ്റ് പോയാൽ കുറച്ച് കാശൊക്കെ കിട്ടുമെന്ന് ദാസയ്യൻ കരുതി കാണും. അപ്പോൾ ദാസയ്യൻ വിൽക്കാൻ തീരുമാനിച്ച വിവരം സാം അറിയുന്നു. ഈ സ്ഥലം ആരാണോ സൗജന്യമായി കൊടുത്തത് അയാൾ അറിയുന്നു. അങ്ങനെ സാം ദാസയ്യനെ കാണുന്നു. ഒരു 1.5 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം, അത് ഈ സ്ഥലം എനിക്ക് തന്നെ തിരിച്ചു തരണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ധാരണയായിട്ട് 50,000 രൂപ അഡ്വാൻസായി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദാസയ്യന്റെ ഈ സ്ഥലം വാങ്ങാൻ സാം തയ്യാറാകുന്നു, വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാകുന്നു. 1.5 ലക്ഷം രൂപ, അതിൽ 50,000 രൂപ ആദ്യം നൽകുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദാസയ്യൻ വീണ്ടും സാമിനെ സമീപിച്ച് പറയുന്നു, ഇല്ല, 4 ലക്ഷം രൂപ കൂടി തരണം, എങ്കിൽ മാത്രമേ ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് വിൽക്കുകയുള്ളൂ എന്ന് ദാസയ്യൻ സാമിനോട് പറയുന്നു. സൗജന്യമായി സാം കൊടുത്ത സ്ഥലമാണ്, പക്ഷേ 12 വർഷം കൊണ്ട് ഈ ദാസയ്യൻ അത് കെട്ടി ഉയർത്തിയൊരു പ്രാർത്ഥനാലയം പോലെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് തരണമെങ്കിൽ നിങ്ങളൊരു മിനിമം 4.5 ലക്ഷം രൂപയെങ്കിലും തരണമെന്ന് ദാസയ്യൻ വാശി പിടിക്കുന്നു. അങ്ങനെ ഇത് ഒരു സിവിൽ കേസായി മാറുകയും അതിൻ്റെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം ദാസയ്യൻ സാമിന് കൊടുക്കണമോ അല്ലെങ്കിൽ ദാസയ്യൻ തന്നെ കസ്റ്റോഡിയനായിട്ട് ഇരിക്കണമോ എന്നൊക്കെയുള്ള തർക്കം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം ഇതിന് ചർച്ച നടക്കേണ്ടതാണ്. അഡ്വക്കേറ്റ് മധ്യസ്ഥരുടെ സാമീപ്യത്തിൽ, അതായത് വക്കീലന്മാരുടെ സാമീപ്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച പ്ലാൻ ചെയ്തിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ. എന്നാൽ നിർഭാഗ്യവശാൽ വെള്ളിയാഴ്ച രാവിലെയാണ് ഈ മരണം നാട്ടുകാരറിയുന്നത്. സംഗതി പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങിമരണത്തിന്റെ സാധ്യതകളാണ് തെളിയുന്നതെങ്കിലും ചില സംശയങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ആ സംശയങ്ങൾ ഞാൻ നിരത്തി തരാം. 1, 85 വയസ്സുള്ള ദാസയ്യൻ, 2, 83 വയസ്സുള്ള ചെല്ലമ്മ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിണറ്റിനരികിലേക്ക് പോയി കിണറ്റിൽ ചാടുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ 2 വൃദ്ധരെന്ന് വിളിക്കുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. പാസ്റ്ററായ ദാസയ്യൻ 85 വയസ്സ്, സഹായിയായ ചെല്ലമ്മയ്ക്ക് 83 വയസ്സ്. ഈ 2 പേരും പ്രാർത്ഥനാലയത്തിന് സമീപത്തുള്ള കിണറ്റിന്റെ കരയിലേക്ക് പാതിരാത്രി നടന്നു പോവുക, എന്നിട്ട് കിണറ്റിലേക്ക് എടുത്ത് ചാടുക. ആത്മഹത്യയാണെങ്കിൽ അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ, ഒന്നിനു പുറകെ ഓരോന്നായി ചാടുക. അങ്ങനെ സംഭവിക്കുക സ്വാഭാവികമല്ല. 1. 2,
ഇനി ഇവർ ചാടാൻ പോകുന്നു, ഇവർ കിടന്നുറങ്ങുന്നു, അവിടെ നിന്ന് എണീറ്റ് വാതിൽ തുറക്കുന്നു, വാതിൽ തുറന്ന് ഇറങ്ങിപ്പോകുന്നു, വെള്ളത്തിലേക്ക് എടുത്ത് ചേർന്നു, ഭും എന്നൊരു ശബ്ദം കേൾക്കുമല്ലോ, ശബ്ദവും എന്തെങ്കിലും ഒച്ചയാനൊക്കെ കേൾക്കുമല്ലോ. പക്ഷെ ഈ ഒച്ചയും അനക്കവും ഒന്നും ഈ മറ്റ് സഹായിയായ ശാന്ത കേട്ടിട്ടില്ല. ശാന്ത ഇതൊന്നും കേട്ടിട്ടില്ല. ഇത് രണ്ടാമത്തെ സംശയം. പിന്നെ മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലം വിൽക്കണമെന്ന് ദാസയ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മധ്യസ്ഥ ചർച്ചയ്ക്ക് ആളുകൾ വരാനിരിക്കുമ്പോൾ, വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ ദാസയ്യൻ എന്തിന് ആത്മഹത്യ ചെയ്യണം, ദാസയ്യൻ എന്തിന് കിണറ്റിൽ ചാടണം എന്നത് മൂന്നാമത്തേത്. ഇനി ചെല്ലമ്മ അബദ്ധവശാൽ കിണറ്റിൽ വീണപ്പോൾ രക്ഷിക്കാൻ ദാസയ്യൻ ഇറങ്ങുമോ? ഈ 85 വയസ്സായ ഈ പാസ്റ്റർ 83 വയസ്സായ ഒരു സ്ത്രീ കിണറ്റിൽ വീഴുമ്പോൾ കൂടെ ചാടി രക്ഷിക്കാൻ ചാടി മരിക്കുന്നില്ല. അല്ലെങ്കിൽ ആദ്യം ഒരാൾ വീണു, അയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മറ്റൊരാൾ വീണു എന്ന് പറയുകയാണെങ്കിലും അതിനുമുള്ള സാധ്യതകൾ കുറവാണ്. ഇങ്ങനെ 2-3 സാഹചര്യങ്ങളിലെ പൊരുത്തക്കേടുകൾ ഈ മരണത്തെ അസ്വാഭാവികമാക്കി മാറ്റുന്നുണ്ട്. ഇത് സൂയിസൈഡാണോ അല്ല, ഇത് മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നടന്നതാണോ എന്നുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഒരു പക്ഷേയെങ്കിൽ മൂന്നാമത് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഈ ഉറങ്ങിക്കിടന്ന വയോധികരെ എടുത്ത് കിണറ്റിൽ ഇട്ടതാകാനും സാധ്യതയുണ്ട് എന്നാണ് പോലീസിൻ്റെ സംശയം. ഒരു പക്ഷേയെങ്കിലെന്നല്ല, അങ്ങനെയാണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണം എന്നേ വരികയുള്ളൂ. കാരണം അവർക്ക് ശ്വസിക്കാനുള്ളത് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇടുന്നതെങ്കിൽ മുങ്ങി മരണം പറ്റില്ല. കാരണം വെള്ളത്തിൻ്റെ അംശമോ കിണറ്റിലെ വെള്ളത്തിൻ്റെ അംശമോ ഒന്നും മൂക്കിലൂടെ വയറ്റിനുള്ളിലോ അന്നനാളത്തിലോ ശ്വസനനാളിയിലോ ഒന്നും കടന്നു കയറാൻ സാധ്യതയില്ല. പ്രാഥമിക നിഗമനത്തിൽ തന്നെ മുങ്ങി മരണമെന്ന് ഡോക്ടർമാർ വിധി എഴുതാൻ കാരണം ഇവരുടെ മൃതദേഹ പരിശോധനയിൽ ഓട്ടോപ്സിയിൽ കൃത്യമായി അറിയാൻ കഴിയും ഇവരുടെ ശരീരത്തിനുള്ളിൽ കിണറ്റിലെ വെള്ളമുണ്ട്, കിണറ്റിലെ വെള്ളത്തിൻ്റെ ആൽഗകളും പായലിൻ്റെ അംശമൊക്കെ ഇവരുടെ ശ്വസനനാളിയിലോ അന്നനാളത്തിലോ ഒക്കെ കാണാൻ കഴിയും. കാരണം എന്താണ്? ഇവർ ജീവനോടെയാണ് വെള്ളത്തിൽ വീണത് എന്നതിന് തെളിവാണത്. അവർ ജീവനോടെ വെള്ളത്തിൽ വീണമെങ്കിൽ ഒന്നുകിൽ അവരെടുത്ത് ചാടണം, അല്ലെങ്കിൽ അവരെ ജീവനോടെ ആരെങ്കിലും വെള്ളത്തിലേക്ക് ഇടിച്ച് തള്ളിയിടണം. ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ കേരള പോലീസ് തെളിയിക്കട്ടെ.